ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വേറൊരു എംബ്രോയ്ഡറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി ഒരു ഫ്ലവറിൻ്റെ എംബ്രോയ്ഡറി ട്രേസ് എടുത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു എംബ്രോയ്ഡറി പാറ്റേൺ ആണ്. നമുക്ക് കുർത്തീസിൻ്റെ ഫ്രണ്ടിലും ഡ്രസ്സിൻ്റെ യോക്ക് ഭാഗത്തൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനത് മെഷീൻ എംബ്രോയ്ഡറി ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കളർ ത്രെഡൊക്കെയാണ് ഞാൻ ഈ എംബ്രോയ്ഡറി യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫസ്റ്റത്തെ ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മെഷീൻ വാങ്ങിച്ചതിൻ്റെ. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ബിഗിനറാണ്. ഞാൻ എംബ്രോയ്ഡറി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എവിടെയും പോയി പഠിക്കുന്നതൊന്നുമല്ല. ഞാൻ സ്വയമേ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയിട്ടാണ് ഈ എംബ്രോയ്ഡറിയൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന സെൻറ്റേഴ്സ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും, എറണാകുളമാണ് എൻ്റെ സ്ഥലം, അപ്പോൾ ആർക്കെങ്കിലും എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അറിയുന്നുണ്ടെങ്കിൽ പറയണം. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന കുറച്ച് എംബ്രോയ്ഡറി ഡിസൈൻസൊക്കെ നേരത്തെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചിലതൊക്കെ ഫ്ലോപ്പായി പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ചിലതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊരു ഡ്രസ്സിലോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എംബ്രോയ്ഡറിയൊക്കെ ഞാൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊക്കെ ഒരു പ്രാക്ടീസൊക്കെ ആയതിന് ശേഷം ഒരു ടോപ്പിലോ ഡ്രസ്സിലോ ഒരു എംബ്രോയ്ഡറി ചെയ്യണം എന്ന് വെച്ചിട്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഫ്ലവേഴ്സിനൊക്കെ 2 ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ഡാർക്ക് പിങ്കും പിന്നെ ഒരു ലൈറ്റ് പിങ്കുമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഫ്ലവേഴ്സ് ചുറ്റും ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാനാണ് പോകുന്നത്. ഇതിൽ 0-ലിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഔട്ട്ലൈൻ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാറ്റിൻ സ്റ്റിച്ച്, അതായത് 5-ൽ നമ്മൾ വിട്ട് കൂട്ടി വന്നിട്ട് ഫില്ല് ചെയ്താണ് പോകുന്നത്. ഇവിടെ ഭയങ്കര മഴയും കാറ്റൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോയി വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ഞാൻ ഫ്ലാഷ് ഇട്ടിട്ട് ഇപ്പോൾ എടുക്കുന്നത്. നമ്മളൊരു ഫ്ലവർ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് ഫ്ലവർ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് ഒന്നുകൂടി കാണിക്കാം. ആദ്യം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് കൊടുത്ത് മുകളിലേക്ക് പോകണം. അപ്പോൾ കാല് നമ്മൾ വിട്ട് കൂട്ടുമ്പോൾ നമ്മൾ 5-ലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ 0-ലേക്ക് തിരിച്ച് വരണം കേട്ടോ. ആദ്യം നമ്മൾ 0-ന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് എത്തുക. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുമ്പോൾ സ്റ്റിച്ചിൻ്റെ വീതി കൂട്ടി പിന്നെ വീതി കുറഞ്ഞു വരുന്ന പോലെ വരണം കേട്ടോ. അങ്ങനെ ഈ 3 ഫ്ലവറും ഫില്ല് ചെയ്തിട്ടുണ്ട് ഡാർക്ക് പിങ്ക് കളറിൽ. ഇനി നമുക്ക് ബാക്കി 3 ഫ്ലവേഴ്സ് ഉള്ളത് ലൈറ്റ് പിങ്ക് ത്രെഡ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം കേട്ടോ. അത് ഇതുപോലെ തന്നെ ആദ്യം ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷമാണ് അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് എന്തെങ്കിലും അറിയിക്കുക കേട്ടോ. ഇപ്പോൾ വീഡിയോയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അറിയിക്കുക. ഫ്ലവേഴ്സ് പിന്നെ ഡ്യുവൽ ഷെയ്ഡിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, അപ്പോൾ എനിക്ക് അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. നമ്മൾ ഒരു ഫ്ലവറിൽ തന്നെ 2 ഷെയ്ഡ് കളർ വരുന്ന പോലെ, ലൈറ്റും ഡാർക്കായിട്ട് വരില്ലേ, അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണമെന്നുണ്ട്. അപ്പോൾ ഫ്ലവേഴ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇനി നമുക്ക് ബാക്കി സ്റ്റെമ്മും ലീവ്സൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഫില്ല് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ലിട്ട് തന്നെ നമ്മൾ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് അവിടുന്ന് വീതി കൂട്ടി ചെറുതായിട്ട് കൂട്ടി വരണം. നമ്മൾ ഫ്ലവറിൻ്റെ പെറ്റൽ ചെയ്ത പോലെ തന്നെയാണ് ലീഫിൻ്റെ ഇതും ചെയ്തിരിക്കുന്നത് കേട്ടോ. വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലീവ്സ് ഉണ്ട്, പക്ഷേ ഇതാണിപ്പോൾ ഞാൻ ചെയ്ത് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആയത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ലീഫ് ഇട്ടത്. പിന്നെ ഈ പ്രിൻറ്റിലും ഈ ലീഫ് തന്നെയായിരുന്നു. പിന്നെ എംബ്രോയ്ഡറി ഇവിടെ ഫിനിഷ് ആയിട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊരു ഡ്രസ്സിൽ ചെയ്താൽ നല്ല സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.